തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കോഴിക്കോട് ജില്ലയിൽ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ജില്ലയിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ കണ്ടും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുത്തുമാണ് മണ്ഡലത്തിൽ സജീവമായി സ്ഥാനാർത്ഥികളുള്ളത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണിയാണ്. ബഹുദൂരം മുന്നിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ്ന, എന്തൊക്കെയാണ് ഈ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? അജിംഷാദ്, കുറച്ച് ദിവസമായി കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നുണ്ട്. ആ താപനിലയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചൂടും പോകുന്നത്. അതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളായിട്ടുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ശക്തമായ മത്സരം നടക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. അതിൽ കൃത്യമായി ഇടതുമുന്നണിയും UDF-ഉം BJP-യും NDA മുന്നണിയും അടക്കമുള്ള 3 മുന്നണികളും പ്രചരണ രംഗത്ത് സജീവവുമാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP ആയിട്ടുള്ള MK രാഘവനും രാജ്യസഭാ MP ആയിട്ടുള്ള എളമരം കരീമും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. 2009 മുതൽ MK രാഘവൻ MPയുടെ വികസന പ്രവർത്തനങ്ങളും മറ്റും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF ഇവിടെ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. എളമരം കരീം MPയുടെ ഒരു ജനകീയതയും മറ്റും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് LDF ഇവിടെ വോട്ട് ചോദിക്കുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശും മണ്ഡലത്തിൽ സജീവമാണ്. ഇന്ന് എളമരം കരീം MPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വിവിധ കോളേജുകൾ സന്ദർശിച്ചുകൊണ്ടും വിവിധ കൺവെൻഷനുകൾ പങ്കെടുത്തുകൊണ്ടും ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് ഇന്ന് എളമരം കരീം നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല MK രാഘവൻ MPയെ കുറിച്ച് പറയുമ്പോൾ MK രാഘവൻ MP മുന്നേ തന്നെ ജനഹൃദയ യാത്രയുമായി ബന്ധപ്പെട്ട് മറ്റും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ പ്രചരണം ആരംഭിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ LDF-ഉം UDF-ഉം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണ പരിപാടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. MK രാഘവൻ MP ഇന്ന് മണ്ഡലത്തിലില്ല. കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിലാണ് MK രാഘവൻ MP ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കോട്ടയം ജില്ലയിലാണ്. ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ MK രാഘവൻ MPക്ക് പര്യടന പരിപാടികളില്ല. ഇന്നലെയാണ് MK രാഘവൻ MPയുടെയും എളമരം കരീം MPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ പ്രചരണ പരിപാടികളിൽ ശക്തമാണ് 3 മുന്നണികളും. വടകര ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ജനപ്രിയ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴുമുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് KK ശൈലജ ടീച്ചർ ഇവിടെ വോട്ട് ചോദിക്കുന്നത്. KK ശൈലജ ടീച്ചർ ഈ പ്രചരണ പരിപാടികളിൽ ബഹുദൂരം മുന്നിലാണ്. ഇന്ന് കുറ്റ്യാടി മണ്ഡലത്തിലാണ് ടീച്ചറുടെ പര്യടന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ഷാഫി പറമ്പിലിന് പ്രചരണ പരിപാടികളിൽ മുന്നോട്ട് കടക്കാനായിട്ടില്ല. ഇന്നലെ TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നാണ് ഈ പര്യടന പരിപാടികൾ തുടങ്ങുന്നത്. ശേഷം തിരിച്ച് പാലക്കാടേക്ക് ഷാഫി പറമ്പിൽ പോയി. ഇന്ന് രാത്രി മാത്രമേ ബാക്കി പരിപാടികളുമായിട്ട് മണ്ഡലത്തിൽ സജീവമാവുകയുള്ളൂ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വേണ്ടി പ്രതിപക്ഷ സംഘടനകളുടെ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടികളിലും മറ്റും MK രാഘവൻ MP അടക്കം എളമരം കരീം MPയും ഷാഫി പറമ്പിലും അടക്കം പങ്കെടുക്കുന്നുണ്ട്. അജിംഷാദ്. ശരി മേഘ്ന മുരളിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപത്തെ ഓഫീസ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത്. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരും പങ്കെടുത്തു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എളമരം കരീം വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാന